വഞ്ചിച്ചു DA കുടിശ്ശിക ഇല്ലേ ഇല്ല DA കുടിശ്ശിക ഇല്ലേ ഇല്ല DR കുടിശ്ശിക കിട്ടാക്കാനി തൊഴിലാളികളെ വഞ്ചിക്കാൻ ധനവകുപ്പിന് ചൂട്ടുപിടിച്ചു NCC മുർദാബാദ് വർഷം 3 കഴിഞ്ഞിട്ടും പേരിനൊരു DADR തന്നിട്ട് പെൻഷൻ കുടിശ്ശിക തട്ടുന്നവരെ ശമ്പള കുടിശ്ശിക തട്ടുന്നവരെ പെൻഷൻകാരന്റെ ജീവനക്കാരന്റെ പോക്കറ്റടിക്കാൻ നോക്കുന്നവരെ പ്രതിഷേധം അപ്പണി ഇവിടെ നടക്കില്ല കൊല്ലം 30 പണി ചെയ്ത് പെൻഷൻ പറ്റി പിരിയുമ്പോൾ DA കുടിശ്ശിക നൽകാതെ ഗ്രാറ്റുവിറ്റി സറണ്ടറിൽ ലക്ഷങ്ങൾ അടിച്ചു മാറ്റാൻ ഒത്താശ ചെയ്യും ഒറ്റുകാരെ നിങ്ങളുടെ വഞ്ചന തിരിച്ചറിയുന്നു ജീവനക്കാരും പെൻഷൻകാരും പെൻഷൻ കൂട്ടായ്മ സിന്ദാബാദ് നിങ്ങളറിഞ്ഞോ പെൻഷൻകാരെ കക്ഷിക്കരാർ അട്ടിമറിച്ച് ശമ്പളക്കരാറും അട്ടിമറിച്ച് DADR കുടിശ്ശിക അനുവദിക്കുക ജീവനക്കാരന്റെയും പെൻഷൻകാരന്റെയും ലക്ഷങ്ങൾ തട്ടിയെടുക്കാനുള്ള നീക്കം
വഞ്ചിച്ചു തൊഴിലാളികളെ വഞ്ചിച്ചു തൊഴിലാളികളെ വഞ്ചിച്ചു തൊഴിലാളികളെ വഞ്ചിച്ചു പെൻഷൻകാരെ വഞ്ചിച്ചു പെൻഷൻകാരെ വഞ്ചിച്ചു പെൻഷൻകാരെ വഞ്ചിച്ചു പെൻഷൻകാരെ വഞ്ചിച്ചു DA കുടിശ്ശിക ഇല്ലേ ഇല്ല DA കുടിശ്ശിക ഇല്ലേ ഇല്ല DA കുടിശ്ശിക ഇല്ലേ ഇല്ല DA കുടിശ്ശിക ഇല്ലേ ഇല്ല DR കുടിശ്ശിക കിട്ടാക്കാനി DR കുടിശ്ശിക കിട്ടാക്കനി DR കുടിശ്ശിക കിട്ടാക്കാനി DR കുടിശ്ശിക കിട്ടാക്കനി തൊഴിലാളികളെ വഞ്ചിക്കാൻ തൊഴിലാളികളെ വഞ്ചിക്കാൻ തൊഴിലാളികളെ വഞ്ചിക്കാൻ തൊഴിലാളികളെ വഞ്ചിക്കാൻ ധനവകുപ്പിന് ചൂട്ടുപിടിക്കും ധനവകുപ്പിന് ചൂട്ടുപിടിക്കും ധനവകുപ്പിന് ചൂട്ടുപിടിക്കും ധനവകുപ്പിന് ചൂട്ടുപിടിക്കും NCCOI മുർദാബാദ് NCCOI മുർദാബാദ് NCCOI മുർദാബാദ് NCCOI മുർദാബാദ് തിരിച്ചറിയൂ പെൻഷൻകാരെ തിരിച്ചറിയൂ പെൻഷൻകാരെ തിരിച്ചറിയൂ പെൻഷൻകാരെ തിരിച്ചറിയൂ പെൻഷൻകാരെ പ്രതിഷേധിക്കൂ പ്രതികരിക്കൂ പ്രതിഷേധിക്കൂ പ്രതികരിക്കൂ പ്രതിഷേധിക്കൂ പ്രതികരിക്കൂ പ്രതിഷേധിക്കൂ പ്രതികരിക്കൂ അവകാശങ്ങൾ സംരക്ഷിക്കാൻ അവകാശങ്ങൾ സംരക്ഷിക്കാൻ അവകാശങ്ങൾ സംരക്ഷിക്കാൻ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ആനുകൂല്യങ്ങൾ പ്രസ്താവിക്കാൻ ആനുകൂല്യങ്ങൾ പ്രസ്താവിക്കാൻ ആനുകൂല്യങ്ങൾ പ്രസ്താവിക്കാൻ ആനുകൂല്യങ്ങൾ പ്രസ്താവിക്കാൻ പ്രതിഷേധ കൂട്ടായ്മയിൽ അണിചേരൂ പ്രതിഷേധ കൂട്ടായ്മ അണിയേരൂ പെൻഷൻ കൂട്ടായ്മയിൽ അണിചേരൂ പ്രതിഷേധ കൂട്ടായ്മ അണിയേരൂ പെൻഷൻ കൂട്ടായ്മയിൽ അണിചേരൂ പെൻഷൻ കൂട്ടായ്മ അണിയേരൂ പെൻഷൻ കൂട്ടായ്മയിൽ അണിചേരൂ പെൻഷൻ കൂട്ടായ്മ അണിയേരൂ പെൻഷൻ കൂട്ടായ്മ സിന്ദാബാദ് പെൻഷൻ കൂട്ടായ്മ സിന്ദാബാദ് പെൻഷൻ കൂട്ടായ്മ സിന്ദാബാദ് പെൻഷൻ കൂട്ടായ്മ സിന്ദാബാദ് വർഷം കഴിഞ്ഞപ്പോൾ വർഷം കഴിഞ്ഞപ്പോൾ പേരിനൊരു DADR തന്നിട്ട് പെൻഷൻ കുടിശ്ശിക തട്ടുന്നവരെ പെൻഷൻ കുടിശ്ശിക തട്ടുന്നവരെ കുടിശ്ശിക തട്ടുന്നവരെ ശമ്പള കുടിശ്ശിക തട്ടുന്നവരെ പെൻഷൻകാരന്റെ ജീവനക്കാരന്റെ പോക്കറ്റടിക്കാൻ നോക്കുന്നവരെ പോക്കറ്റടിക്കാൻ നോക്കുന്നവർ പ്രതിഷേധം 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 ആ പണി ഇവിടെ നടക്കില്ല ആ പണി ഇവിടെ നടക്കില്ല കൊല്ലം 30 പണി ചെയ്ത് കൊല്ലം 30 പണി ചെയ്ത് പെൻഷൻ പറ്റി പിരിയുമ്പോൾ പെൻഷൻ പറ്റി പിരിയുമ്പോൾ DA കുടിശ്ശിക നൽകാതെ DA കുടിശ്ശിക നൽകാതെ ഗ്രാറ്റുവിറ്റി സറണ്ടറിൽ ഗ്രാറ്റുവിറ്റി സറണ്ടറിൽ ലക്ഷങ്ങൾ അടിച്ചുമാറ്റാൻ ലക്ഷങ്ങൾ അടിച്ചുമാറ്റാൻ ഒത്താശ ചെയ്യും ഒറ്റുകാരെ ഒത്താശ ചെയ്യും ഒറ്റുകാരെ നിങ്ങളുടെ വഞ്ചന തിരിച്ചറിയുന്നു നിങ്ങളുടെ വഞ്ചന തിരിച്ചറിയുന്നു ജീവനക്കാരും പെൻഷൻകാരും ജീവനക്കാരും പെൻഷൻകാരും നിങ്ങളറിഞ്ഞോ പെൻഷൻകാരെ നിങ്ങളറിഞ്ഞോ പെൻഷൻകാരെ നിങ്ങളറിഞ്ഞോ പെൻഷൻകാരെ ഈ കക്ഷിക്കാരെ അട്ടിമറിച്ച് ഈ കക്ഷിക്കാർ അട്ടിമറിച്ച് ശമ്പളക്കരാറും അട്ടിമറിച്ച് ശമ്പളക്കരാറും അട്ടിമറിച്ച് DADR ഇല്ലാതാക്കാൻ DADR കുടിശ്ശികയും തരാതിരിക്കാൻ കുടിശ്ശികയും തരാതിരിക്കാൻ സർക്കാരിന്റെ ഉത്തരവ് സർക്കാരിന്റെ ഉത്തരവ് പ്രിയപ്പെട്ട പെൻഷൻ കൂട്ടായ്മ സംഘടനയുടെ ജീവനക്കാരെ 2022 ജൂലൈ മുതൽ ഇലക്ട്രിസിറ്റി ബോർഡിലെ പെൻഷൻകാർക്കും ജീവനക്കാർക്കും ഡ്യൂ ആയിട്ടുള്ള DA കുടിശ്ശിക DR കുടിശ്ശിക 3 വർഷങ്ങൾക്ക് ശേഷം 2025 മാർച്ച് മാസം 27-ാം തീയതിയാണ് ബോർഡ് ഉത്തരവിലൂടെ നമുക്ക് അനുവദിച്ചത്. എന്നാൽ ബോർഡ് ഉത്തരവിൽ 2022 ജൂലൈ മുതൽ 2025 മാർച്ച് വരെയുള്ള DA കുടിശ്ശിക DR കുടിശ്ശിക കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അത് അർത്ഥമാക്കുന്നത് അതുവരെയുള്ള DA DR കുടിശ്ശിക നമുക്ക് നിഷേധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്.
സ്വാഭാവികമായും കീഴ്വഴക്കമനുസരിച്ച് നമുക്ക് 33 മാസത്തെ TR കുടിശ്ശിക കിട്ടേണ്ടതുണ്ട്. പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം 33 മാസത്തെയും ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം 32 മാസത്തെയും DA/DR കുടിശ്ശികയാണ് ഇപ്പോൾ നിഷേധിച്ചിരിക്കുന്നത്. ലിഖേഷി കരാറും കാലാകാലങ്ങളിൽ ഒപ്പിടുന്ന ദീർഘകാല കരാറുകൾ അനുസരിച്ച് ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാർക്കും അനുവദിച്ചിട്ടുള്ള എല്ലാ അവകാശ ആനുകൂല്യങ്ങൾക്കും വേണ്ടി പെൻഷനേഴ്സ് കൂട്ടായ്മ നിലകൊള്ളുകയാണ്. ഇതിലെ എല്ലാ അവകാശങ്ങൾക്കും വേണ്ടി പോരാടാനായിട്ട് പെൻഷനേഴ്സ് കൂട്ടായ്മ പ്രതിജ്ഞാബദ്ധമാണ്. കഴിഞ്ഞ 3 വർഷക്കാലമായി പെൻഷനേഴ്സ് കൂട്ടായ്മ എല്ലാവിധത്തിലുമുള്ള പെൻഷനർമാരുടെയും ജീവനക്കാരുടെയും എല്ലാവിധത്തിലുമുള്ള അവകാശങ്ങൾക്കായി നിയമ പോരാട്ടങ്ങൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനായിട്ട് എല്ലാ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും പരിപൂർണ പിന്തുണയും സഹകരണവും നമുക്ക് ലഭിക്കുന്നുണ്ട്. തുടർന്നും ഭാവിയിലും എല്ലാത്തരം പെൻഷനേഴ്സ് കൂട്ടായ്മ നടത്തുന്ന എല്ലാ നിയമ പോരാട്ടങ്ങൾക്കും പെൻഷനേഴ്സുകാരുടെയും ജീവനക്കാരുടെയും എല്ലാവിധ പിന്തുണയും സഹകരണവും പങ്കാളിത്തവും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് DA കുടിശ്ശിക ലഭിക്കാത്തതിന്റെ പേരിലാണ് ഇന്നത്തെ ഈ പ്രതിഷേധ യോഗം നമ്മളോട് ചരിത്രത്തിൽ ആദ്യമായിട്ട് DA തരുമ്പോഴേ അതിന്റെ കുടിശ്ശികയും കൂടി ഒഴിവാക്കിക്കൊണ്ട് സർക്കാർ മുന്നോട്ട് പോവുകയാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, ഈ വർഷത്തെ പത്രവാർത്തകളൊക്കെ വന്നപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ലാഭത്തിലുള്ള ഒരേ ഒരു കമ്പനി KICB ആണ്. നമ്മളെല്ലാം വായിച്ചത് 736 കോടി രൂപ ലാഭത്തിലാണെന്ന് പറഞ്ഞ് നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചത്. എല്ലാവരും ആ സമയത്ത് KICB നന്നായി നടക്കുന്ന ഒരു സ്ഥാപനമാണ് എന്നുള്ള രീതിയിലൊക്കെ അഭിനയം. പക്ഷേ DA കാര്യം വന്ന് അതിന്റെ കുടിശ്ശിക വരുന്ന സമയത്ത് KICB കയ്യിൽ പണം, അതാണ് വിരോധാഭാസം. അപ്പോ യഥാർത്ഥത്തിലുള്ള ഒരു കണക്ക് വെച്ചിട്ടോ ഫണ്ടില്ലാത്തതിന്റെ പേരിലല്ല KICB DA കുടിശ്ശിക നിഷേധിക്കും. DA കുടിശ്ശിക നിഷേധിക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു കാരണവുമില്ല. നമുക്കറിയാം, ഇലക്ട്രിസിറ്റി ബോർഡ് ഒരു കമ്പനിയായി മാറിയത് 2003 വൈദ്യുതി നിയമം വന്നപ്പോൾ ആ വൈദ്യുതി നിയമം വന്നപ്പോൾ അതിന് 133 വകുപ്പ് പ്രകാരം ആണ് കമ്പനിയായിട്ട് മാറുന്നത്. അന്ന് ആ 133 വകുപ്പില് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെങ്കിൽ നമുക്ക് നിലവിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും അതേപടി തുടരുമെന്ന് പറഞ്ഞതാണ് കമ്പനിയെ. ആ രീതിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാല് നമുക്ക് കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ആനുകൂല്യം കളയാൻ ഒരാൾക്കും തന്നെ അധികാരമില്ല, അവകാശം. ഇലക്ട്രിസിറ്റി നിയമം 2003 പാസ്സാക്കിയത് പാർലമെന്റിലാണ്. ആ പാർലമെന്റിൽ പാസ്സാക്കിയ ഒരു നിയമത്തിന് വിരുദ്ധമായിട്ട് കേരള സർക്കാരിനോ ഇലക്ട്രിസിറ്റി ബോർഡിനോ യാതൊരു വിധമുള്ള അധികാരവും അങ്ങനെയുള്ള അധികാരമില്ലാതെ ആ അധികാരത്തിന്റെ ദുർവിനിയോഗമാണ് നമുക്കുള്ള DA കുടിശ്ശിക നിഷേധിക്കുന്നത്. ഇല്ലാത്ത അധികാരം വെച്ചാണ് നമുക്ക് കൃത്യമായിട്ട് എല്ലാ ആനുകൂല്യവും കരാറെന്ന് പറഞ്ഞിട്ടാണ് തൊഴിലാളികളുടെ സംഘടനകളും എല്ലാവരുമായിട്ട് കരാർ. ആ ത്രികക്ഷി കരാർ പ്രകാരം നമുക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും തരാൻ KICB-യും സർക്കാരും ബാധ്യസ്ഥരാണ്. എന്നിട്ടും ഈ നിഷേധം വരുമ്പോഴേ അതിനെതിരെ പ്രതിഷേധിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കും. പക്ഷെ പിന്നീട് കൊണ്ടോ ഇന്നുകൊണ്ടോ ഇത്തരത്തിൽ DA കുടിശ്ശിക ഇല്ലാതായപ്പോഴേ പ്രതിഷേധിക്കാനായിട്ട് KICB-യുടെ ഈ നടപടിക്കെതിരെ പ്രതിഷേധിക്കാൻ നമ്മൾ മാത്രമേ മുന്നോട്ട് വന്നു. പെൻഷനേഴ്സ് കൂട്ടായ്മ മാത്രമാണ് ആ പ്രതിഷേധത്തിന് മുന്നിൽ വന്നിരിക്കുന്നത്. പെൻഷൻകാരെ പ്രതികരിക്കുന്ന മറ്റു സംഘടനകളോ ഒന്നും തന്നെ ഈ DA നിഷേധത്തിനെതിരെ രംഗത്ത് വന്നില്ല. അതുകൊണ്ട് KICB-യിലെ കാര്യങ്ങളിൽ, പെൻഷൻകാരുടെ പ്രത്യേകിച്ച് കാര്യങ്ങളിൽ എന്തെങ്കിലും നേടിയെടുക്കണമെങ്കിൽ പെൻഷനേഴ്സ് കൂട്ടായ്മ മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ നടക്കൂ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ ഉത്തരവാദിത്വം കൂടുതൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതില് നമ്മൾ ഏത് കാര്യം വന്നാലും, പെൻഷൻകാരുടെ ഏത് സംഭവം വന്നാലും, എന്ത് നിഷേധം വന്നാലും അതിന് മുന്നേ രംഗത്തിറങ്ങേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള സംഭവ പരമ്പരകൾ അതിന്റെ തുടക്കം മാത്രമായിരിക്കാം DA കുടിശ്ശിക. ഇനിയും പല നിഷേധങ്ങളും ഉണ്ടാവും. ആ നിഷേധങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴേ അതിനെതിരെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും നമ്മൾ എല്ലാ കാലത്തും ഉണ്ടാവണം. അതിനുവേണ്ടി എല്ലാവരുടെ സഹകരണം ഉണ്ടാവണം എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാർത്ത
പ്രിയപ്പെട്ടവരെ, പെൻഷേഴ്സ് കൂട്ടായ്മ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഭിന്നത പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ടാണ് പ്രതിഷേധ സംഗമവും പ്രകടനവും പ്രതിഷേധ പ്രകടനവും. ഇതിന്റെ ഒരു പശ്ചാത്തലം എന്താണ്, സാഹചര്യം എന്താണ്? ഇപ്പോ നമ്മളുടെ ജില്ലാ പ്രസിഡന്റും ഓർഗനൈസിംഗ് സെക്രട്ടറിയും സാമാന്യേന അതിന്റെ ഒരു പശ്ചാത്തലവും അതിന്റെ ഒരു സാഹചര്യവും വ്യക്തം. ഞാൻ ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാനാവില്ല. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ജോബ് സാർ പറഞ്ഞ പോലെ ഇലക്ട്രിസിറ്റി ബോർഡിലെ ക്ഷാമാശ്വാസവും ഏതെങ്കിലും ഒരു സർക്കാർ അടിസ്ഥാനം നിർണയിക്കുകയോ നിശ്ചയിക്കുകയോ ചെയ്യുന്നതാണ്. മറിച്ച് ഇലക്ട്രിസിറ്റി ആക്ട് മുതൽ ഈ ബോർഡിനെ കമ്പനിയാക്കിയ സമയത്ത് ഉണ്ടാക്കിയ, അതിനു മുമ്പുണ്ടാക്കിയ 2003 ഇലക്ട്രിസിറ്റി നിയമം മുതൽ അതിന്റെ വിവിധ രേഖകൾ, ത്രികക്ഷി കരാർ ഉൾപ്പെടെയുള്ള രേഖകൾ അതനുസരിച്ച് രൂപപ്പെടുത്തുകയും അതിൽ കൃത്യമായിട്ട് ഇത്രയും ജീവനക്കാരെയും പെൻഷൻകാരെയും പറയുന്ന ഒരു കമ്പനിയിലേക്ക് മാറുമ്പോൾ അവരുടെ എല്ലാ അവകാശ ആനുകൂല്യങ്ങളും അണുവിട കുറയാതെ അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും അതേപടി നിലനിർത്തിക്കൊണ്ടാണ് ഈ കമ്പനിയിലേക്ക് മാറുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ജീവനക്കാരനും പെൻഷൻകാരനും ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങളുണ്ട്. ആ നഷ്ടം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ടെർമിനൽ ലീവ് സറണ്ടറിന്റെ ഇൻകം ടാക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ BSNL കമ്പനിയാക്കിയതിൽ നിന്ന് വ്യത്യസ്തമായി മൊത്തം തുകയ്ക്കും ഇൻകം ടാക്സ് അടയ്ക്കേണ്ട സാഹചര്യം ഒരു ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാരന് ഈ കമ്പനിവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഉണ്ടാകുമ്പോഴും വൈദ്യുതി ബോർഡിലെ കമ്പനിയാക്കുമ്പോൾ എന്തൊക്കെ ആനുകൂല്യങ്ങൾ അവൻ അനുഭവിച്ചിരുന്നു ആ ആനുകൂല്യങ്ങളെല്ലാം ഒരു വ്യത്യാസവുമില്ലാതെ ഒരു കുറവുമില്ലാതെ നിലനിർത്തും എന്നുള്ളതായിരുന്നു അതിന്റെ വ്യവസ്ഥ. ഇലക്ട്രിസിറ്റി ആക്ട് മുതൽ ത്രികക്ഷി കരാർ വരെ ദീർഘകാല കരാറുകളിൽ ഉൾപ്പെടെ 2016 ദീർഘകാല കരാറാണ്. 2016 ദീർഘകാല കരാറിലെ ക്ലോസിൽ പറഞ്ഞിരിക്കുന്നത് ക്ലോസ് 5 അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കേന്ദ്ര സർക്കാർ സെൻട്രൽ ലേബർ ബ്യൂറോ ഉപഭോക്തൃ വില സൂചികയുടെ അടിസ്ഥാനത്തിൽ, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന്റെ അടിസ്ഥാനത്തിൽ ക്ഷാമബത്ത നിർണ്ണയിക്കുമ്പോൾ, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നിർണ്ണയിക്കുമ്പോൾ അതനുസരിച്ച് സർക്കാരിന്റെ ആനുകൂല്യം ഇല്ലാതെ അപ്പോൾ തന്നെ ക്ഷാമബത്തയും ക്ഷാമാശ്വാസവും വൈദ്യുതി ബോർഡിൽ നൽകും എന്നാണ്. ഇത് ഇലക്ട്രിസിറ്റി ബോർഡിലെ ട്രേഡ് യൂണിയനുകൾ മാനേജ്മെന്റുമായി ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് അനുസരിച്ച്, വ്യവസായ തർക്ക നിയമം അനുസരിച്ച് ഉണ്ടാക്കിയ ദീർഘകാല കരാറാണ്. ഈ നാണം കെട്ട ട്രേഡ് യൂണിയൻകാർ അവൻ ആത്മാഭിമാനം ഉണ്ടെങ്കിൽ താൻ ഒപ്പിട്ട ആ കരാർ കീറിക്കളയാനെങ്കിലും തയ്യാറാകണം എന്നറിയാൻ പറ്റും. അല്ലെങ്കിൽ ഈ പണിക്ക് നടക്കാതെ ക്ഷമനത്തിന് പോവുകയാണ് ചെയ്യേണ്ടത്. അതാണ് ചെയ്യേണ്ടത്. അതിനുശേഷം 2021 കരാർ, 2021 കരാറിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എല്ലാ മാസവും ജനുവരിയിലും ജൂലൈയിലും ജീവനക്കാരനും പെൻഷൻകാരനും ക്ഷാമബത്തയും ക്ഷാമാശ്വാസവും കൊടുക്കുന്നതാണ്. 28/2 കെട്ടാൻ പോയ കുറെ ആളുകളുണ്ടല്ലോ, ഉണ്ട്. വൈദ്യുതി ബോർഡിലെ ജീവനക്കാരനും പെൻഷൻകാരനും അരഞ്ഞാണം കെട്ടാൻ പോയ ഒരു മുന്നണിയുണ്ടല്ലോ, ഒരു കൂട്ട് സഖ്യം ഉണ്ടല്ലോ, NCCOE എന്ന് പറയുന്ന സഖ്യം. 28/2 ഈ മന്ത്രിതല ചർച്ചയിൽ നിങ്ങൾ നടത്തിയെന്ന് പറയുന്ന സർക്കാരിന്റെ ഔദ്യോഗിക സർക്കുലർ അനുസരിച്ചോ നിങ്ങൾ ഇറക്കിയ വ്യാജ സർക്കുലർ അനുസരിച്ചോ പ്രഖ്യാപിച്ച ഏതെങ്കിലും ആനുകൂല്യങ്ങൾ വൈദ്യുതി ബോർഡിലെ പെൻഷൻകാരന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പെൻഷനേഴ്സ് കൂട്ടായ്മ എന്ന് പറയുന്ന സംഘടന ഇന്ന് പിരിച്ചുവിടും. അത് പറയാനുള്ള ആർജവം ഈ സംഘടനയ്ക്കുണ്ട്. ഇത് നാടകം കളിക്കാൻ ഉണ്ടാക്കിയ സംഘടനയല്ല, ഇത് കോപ്രായം കാണിക്കാൻ ഉണ്ടാക്കിയ സംഘടനയല്ല, ഏതെങ്കിലും ഒരുത്തന്റെ കൊതി ചുമന്ന് ചാകാൻ ഉണ്ടാക്കിയ സംഘടനയല്ല. ഇത് ഈ സ്ഥാപനത്തിൽ പണിയെടുത്ത് വിരമിച്ച ജീവനക്കാരന്റെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും സംരക്ഷിക്കുവാൻ ഉണ്ടാക്കിയ സംഘടനയാണെങ്കിൽ ആ സംഘടന അതിന്റെ ജീവശ്വാസം നിലയ്ക്കുന്നത് വരെ ആ ആനുകൂല്യങ്ങൾ സംരക്ഷിക്കുവാൻ നിയമപരമായും സമരരംഗത്തും ഉണ്ടാകുന്നില്ല. ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുവാൻ നിങ്ങൾക്ക് പെൻഷനേഴ്സ് കൂട്ടായ്മ 1 മാസം അനുവദിക്കുന്നു. 1 മാസം. അടുത്ത മെയ് മാസത്തിനുള്ളിൽ ഈ സ്ഥാപനത്തിലെ പെൻഷൻകാരന് ക്ഷാമാശ്വാസം അനുവദിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ പറയുന്നു, ഇലക്ട്രിസിറ്റി ബോർഡിലെ ചെയർമാൻ കേരള ഹൈക്കോടതിയിലെ വരാന്തരികൾക്ക് കാണാം എന്നാണ് പറയുന്നത്. നമുക്ക് കണ്ടുമുട്ടാം എന്നാണ് പറയുന്നത്.
ഈ ക്ഷാമാശ്വാസത്തിന്റെ പിന്നിൽ നടന്ന മാറുന്ന കഥകൾ വൈദ്യുതി ബോർഡിലെ തൊഴിലാളിയും പെൻഷൻകാരനും മനസ്സിലാക്കണം. വൈദ്യുതി ബോർഡിൽ ക്ഷാമബത്തയുമായി ക്ഷാമാശ്വാസവുമായി ബന്ധപ്പെട്ട് ധാരാളം ഉത്തരവുകൾ ഉണ്ടായിട്ടുണ്ട്. 1/2022 വൈദ്യുതി ബോർഡിൽ 2 ക്ഷാമബത്ത അല്ലെങ്കിൽ ക്ഷാമാശ്വാസ കുടിശ്ശികകൾ ഉണ്ടായിരുന്നു. ആ 2 ക്ഷാമാശ്വാസ കുടിശ്ശികകൾ രണ്ടും ഒന്നിച്ച് ഉത്തരവിറക്കി. അതിന്റെ തവണകൾക്ക് ഉത്തരവിറക്കി വൈദ്യുതി ബോർഡിന്റെ ചെയർമാനായിരുന്ന ഡോക്ടർ ബി അശോകെങ്കിൽ. അതിനുശേഷം വൈദ്യുതി ബോർഡിൽ ക്ഷാമാശ്വാസവും ക്ഷാമബത്തയുമായി ബന്ധപ്പെട്ട് ഉത്തരവുണ്ടാവുന്നത് 28/3/2025 28/3/2025 ഒരു ഉത്തരവുണ്ടായി. 29/7/2024 ഒരു ഉത്തരവുണ്ടായി. ആ 29/7/2024 ചെയർമാൻ ഇറക്കിയ ഓഫീസ് ഓണറായിട്ടാണ് ക്ഷാമബത്തയും ക്ഷാമാശ്വാസവും ചരിത്രത്തിൽ ആദ്യമായി വൈദ്യുതി ബോർഡിലുണ്ടാവും. വൈദ്യുതി ബോർഡിൽ ഇതുവരെ ക്ഷാമബത്തയും ക്ഷാമാശ്വാസവും ഇലക്ട്രിസിറ്റി ബോർഡിലെ ഫുൾ ബോർഡ് മീറ്റിംഗിന്റെ അല്ലെങ്കിൽ ഫുൾ ബോർഡ് ഡയറക്ടർ മീറ്റിംഗിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ 7/2024 ക്ഷാമബത്തയും ക്ഷാമാശ്വാസവും അതിന്റെ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട ഉത്തരവ് നിങ്ങൾ നോക്കണം. അത് ഇലക്ട്രിസിറ്റി ബോർഡിലെ CMDയുടെ ഒരു ഓഫീസ് ഓർഡറാണ്. അതിനു മുമ്പ് ഒരു ഫുൾ ബോർഡ് ഡയറക്ടർ മീറ്റിംഗ് നടന്നിട്ടുണ്ട്. ആ മീറ്റിംഗ് നടന്നത് 26/7/2024 എന്തായിരുന്നു ആ ഡയറക്ടർ ബോർഡ് മീറ്റിംഗിന്റെ ചുരുക്കം അല്ലെങ്കിൽ അതിന്റെ തീരുമാനം? വൈദ്യുതി ബോർഡിൽ കുടിശ്ശികയുള്ള ക്ഷാമാശ്വാസവും ക്ഷാമബത്തയ്ക്കും സർക്കാരിന്റെ മുൻകൂർ അനുമതി വാങ്ങുവാൻ ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ CMDയെ ചുമതലപ്പെടുത്തുക മാത്രമാണ് ആ ഫുൾ ബോർഡ് മീറ്റിംഗ്. അതിനുശേഷം 29/7/2024 തന്റെ ചുമതല നിർവഹിച്ചുകൊണ്ട് ഒരു ഓഫീസ് ഓർഡർ വഴി വൈദ്യുതി ബോർഡിലെ ജീവനക്കാരനും പെൻഷൻകാരനും ക്ഷാമബത്തയും ക്ഷാമാശ്വാസവും അനുവദിച്ചു. 29/7/2024 ആ ഉത്തരവിൽ എന്താണ് പറഞ്ഞത്? ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാരന്റെ ക്ഷാമബത്ത കുടിശ്ശിക അവരുടെ പ്രോവിഡന്റ് ഫണ്ടിലേക്ക്, ഇലക്ട്രിസിറ്റി ബോർഡിലെ പെൻഷൻകാരുടെ ക്ഷാമാശ്വാസം 1/2022 മുതലുള്ള ക്ഷാമാശ്വാസം 10 ഗഡുക്കളായി നൽകും. 10 ഗഡുക്കളായി നൽകും. എത്ര മാസം കഴിഞ്ഞു? 9ാമത്തെ മാസമാണ്. 9ാമത്തെ മാസമാണ്. 9ാമത്തെ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അറിയാം. അപ്പോ 9 മാസം കഴിഞ്ഞിട്ടും എന്ന് ക്ഷാമാശ്വാസം എന്ന് ക്ഷാമബത്തയുടെ കുടിശ്ശിക നൽകുമെന്നില്ല. കുറെ ആളുകൾ 16 ദിവസം പന്തൽ കെട്ടി പാട്ടും ഡാൻസും ഒക്കെ നടത്തി വിരിഞ്ഞു. 20-ാം തീയതി പണിമുടക്ക് പ്രഖ്യാപിച്ചു. ആരാ പ്രഖ്യാപിച്ചത്? ഈ രാജ്യത്തെ ട്രേഡ് യൂണിയന്റെ ഏറ്റവും സമുന്നതരായ നേതാക്കളെ വിളിച്ചു വരുത്തി അവരെ കൂടി അധിക്ഷേപിച്ചു. 20-ാം തീയതി പണിമുടക്ക് പ്രഖ്യാപിച്ചു. 6-ാം തീയതി വൈദ്യുതി മന്ത്രിയുടെ ചർച്ച കാലുപിടിച്ച് നടത്തി. ശ്രീ അമരങ്കരിയും ആർ ചന്ദ്രശേഖരനും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കയറി ഇറങ്ങി. 6/2/2025 ചെയർമാന്റെ മീറ്റിംഗ് സംഘടിപ്പിച്ചതിന് ശേഷം 19-ാം തീയതി വരെ ചർച്ചയുടെ ഒരു രേഖയും പുറത്തില്ല. ആദ്യം പെൻഷനേഴ്സ് അസാസിനേഷൻ എന്ന് പറയുന്ന സംഘടനയുണ്ടല്ലോ, പെൻഷൻകാരനെ മുൻകൂട്ട് കൂട്ട കൊലയ്ക്ക് മാനേജ്മെന്റിനും സർക്കാരിനും എഴുന്നള്ളിച്ചു കൊടുക്കുന്ന, വിലപേശി കൊടുക്കുന്ന വയനാട് ദുരിത ഫണ്ടിലേക്കും ഓഖി ഫണ്ടിലേക്കും പാവപ്പെട്ട പെൻഷൻകാരന്റെ 3-4 മാസത്തെ പെൻഷൻ പിടിച്ചു കൊടുക്കുന്ന ഒരു സംഘടനയുണ്ട്, പിരിവ് സംഘടന. ആ സംഘടനയാണ് ആദ്യം ക്ഷാമബത്തയും ക്ഷാമാശ്വാസത്തിനും സർക്കാരിന്റെ അനുമതി വേണം എന്ന് പറയുന്ന നിലവിലുള്ള ഉത്തരവ് പുനഃപരിശോധിക്കും. ഏതെങ്കിലും പെൻഷനേഴ്സ് അസോസിയേഷൻകാരനുണ്ടെങ്കിൽ പറയണം. 18/3/2025 ഞാൻ നേരത്തെ പറഞ്ഞ ഫുൾ ബോർഡ് മീറ്റിംഗ് നടത്തി. DAയും DR കൊടുക്കാൻ തീരുമാനിച്ചു. 19-ാം തീയതി കഴിഞ്ഞ് 20-ാം തീയതി സംസ്ഥാന ധനകാര്യ വകുപ്പിന്റെ ഉത്തരവിറക്കി. 20/3/2025 എന്താണ് ഉത്തരവ്? KSEBയിലും KSRTCയിലും മേലിലും
ക്ഷാമബത്തയും ക്ഷാമാശ്വാസവും കൊടുക്കണമെങ്കിൽ സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണം. ഇത്രയും പ്രായമായവരുണ്ട് ആയതുകൊണ്ട് ഞാൻ പോയി തൂങ്ങിച്ചാകാൻ പറയുന്നില്ല. നിങ്ങൾക്കൊക്കെ വേറെ പണിക്ക് പോയിക്കൂടെ? ഒരു കാര്യം 20-ാം തീയതി നടത്തിയ പണിമുടക്ക് എവിടെ? അങ്ങനെ ഒരു ഉത്തരവ് സർക്കാർ ഇറക്കിയെങ്കിൽ അടുത്ത ദിവസം പണിമുടക്കാനുള്ള ആർജവമുള്ള അന്തസ്സുള്ള തൊഴിലാളി സംഘടനകളുടെ ഈറ്റില്ലമാണ് KSEB ബോർഡ്. അതാണ് KSEB ബോർഡ്. ആ KSEB ബോർഡിനെ ഇന്ന് സർക്കാരിന്റെ പണയ പണ്ടാരമാക്കി മാറ്റിയിരിക്കുകയാണ്. സർക്കാർ 400 കോടി രൂപ തരുന്നു, സർക്കാർ 4000 കോടി രൂപ വായ്പ എടുക്കുന്നു. നമ്മൾ കഷ്ടകാലത്ത് കെട്ടുതാലി കൊണ്ടുപോയി പണയം വെച്ച് റേഷനറി വാങ്ങുന്നത് പോലെ, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന പോലെ ഇലക്ട്രിസിറ്റി ബോർഡിനെ വില പറഞ്ഞ് പണയം വെച്ച് കേന്ദ്ര സർക്കാരിൽ നിന്ന് വായ്പ വാങ്ങുകയും അതിൽ പണിയെടുക്കുന്ന ജീവനക്കാരന്റെയും പണിയെടുത്ത് പിരിഞ്ഞ പെൻഷൻകാരന്റെയും വയറ്റത്തടിക്കുന്ന പണിയാണ് ഈ സർക്കാരും ഈ മാനേജ്മെന്റും. മാത്രമല്ല, ഈ നെറികെട്ട ട്രേഡ് യൂണിയൻ ഗൂഢസംഘവും കൂടി ചേർന്നത്. അത് തിരിച്ചറിയുവാൻ ഇലക്ട്രിസിറ്റി ബോർഡിലെ ആത്മാഭിമാനമുള്ള തൊഴിലാളി മനസ്സിലാക്കണം. ഞങ്ങളൊരു നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. 1/1/2022 ശേഷം ഈ 4/2025 റിട്ടയർ ചെയ്യുന്ന ഒരു ജീവനക്കാരന് 50,000 രൂപ അടിസ്ഥാന ശമ്പളമുള്ള ഒരു ജീവനക്കാരന് അവന് നഷ്ടമാകുന്നത് അവന്റെ ലീവ് സറണ്ടറിലും ഗ്രാറ്റുവിറ്റിയിലും അവന് നഷ്ടമാകുന്നത്, അവന്റെ കുടിശ്ശിക തുകയിൽ നഷ്ടമാകുന്നത് 3 ലക്ഷത്തിലധികം രൂപയാണ്. 3 ലക്ഷത്തിലധികം രൂപയാണ്. പണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിൽ ഒരു സമരം നടന്നപ്പോൾ ആ സമരം പിൻവലിച്ചപ്പോൾ ആളുകൾ ചോദിച്ചു, എന്ത് ഡിമാൻഡ് അംഗീകരിച്ചിട്ടാണ് ഈ സമരം പിൻവലിച്ചത്? അന്ന് ഞാനതിന്റെ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അന്നൊരു ട്രേഡ് യൂണിയൻ നേതൃത്വം പറഞ്ഞതാണ്, ഇത് നമ്മുടെ സർക്കാരാണ്, കെട്ടുതാലി പണയം വെച്ചും ഈ സംസ്ഥാന സർക്കാരിനെ, ഈ സർക്കാരിനെ നിലനിർത്തുകയാണ് നമ്മളുടെ പ്രാഥമികമായ ബാധ്യത. കെട്ടുതാലി എന്ന് പറയുന്നത് ഏറ്റവും പവിത്രമായ ഒന്നായിട്ട് പൊതുവെ സ്ത്രീ സമൂഹം കരുതുന്നില്ല. ആ കെട്ടുതാലി പറിച്ച് പണയം വെച്ചാണെങ്കിലും ഫിറ്റാണെങ്കിലും ഈ സർക്കാരിനെ, ആ സർക്കാരിന്റെ പൃഷ്ഠം താങ്ങുകയാണ് നമ്മുടെ ഉത്തരവാദിത്വമെന്ന് ഉളുപ്പില്ലാതെ വിളിച്ചു പറയുന്ന ഈ ട്രേഡ് യൂണിയൻ പെൻഷൻകാരുടെ ആവിഷ്കൃത സംഘം ഇനിയെങ്കിലും അതിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ നിങ്ങളെ പുറങ്കാലിനടിച്ച് വൈദ്യുതി ബോർഡിന്റെ പരിസരത്ത് നിന്ന് വലിച്ചെറിയുന്ന ഒരു കാലഘട്ടം അതിവിദൂരത്തിലല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. പെൻഷനർ സുഹൃത്തുക്കളെ, നമ്മളിവിടെ കൂടിയതിന്റെ ഉദ്ദേശവും അതിൽ ആ ഉദ്ദേശത്തിന്റെ പിന്നില് കാര്യങ്ങളും ഇവിടെ വളരെ വിശദമായി സംസാരിക്കുകയുണ്ടായി. എല്ലാവരും നമ്മൾ ഒരേ ദിശയിലേക്ക് അണിനിരുന്ന് ഈ ഇത്തരത്തിലുള്ള നീക്കങ്ങളെ ചെറുക്കേണ്ടതും നമ്മുടെ റിട്ടയർ ചെയ്ത പലപ്പോഴും വളരെ ചെറിയ പെൻഷൻ വാങ്ങിക്കുന്നവരെ സംബന്ധിച്ച് ഇപ്പൊ ഇത്തരത്തിലുള്ള DADR കുടിശ്ശിക കൊടുക്കാതിരിക്കുകയും, നേരത്തെ ഇവിടെ സംസാരിക്കുകയുണ്ടായി, ഒരാൾക്ക് 50,000 രൂപ ശമ്പളമുള്ള ഒരാൾക്ക് 3 ലക്ഷത്തിൽ കൂടുതൽ നഷ്ടം വരുമെന്ന്. അപ്പൊ അതുപോലെ നിസാര പെൻഷൻ വാങ്ങിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇതൊരു വലിയ നഷ്ടമാണ്. തുടർന്നും ഇതൊരു കീഴ്വഴക്കമാകാൻ സാധ്യത ഉള്ളത് കൊണ്ട് നമ്മൾ ഇതിനെ എന്ത് വില കൊടുത്തും ചെറുക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഈ ഇതുപോലത്തെ പ്രവർത്തനങ്ങളിൽ കൂട്ടിച്ചേർന്ന് ഇങ്ങനത്തെ നിരുത്തരവാദപരമായ അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിലാക്കുന്ന പ്രവർത്തനങ്ങളെ ചെറുക്കാൻ ഒരു കൊടി കീഴിൽ അണിനിരക്കണമെന്ന്
എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. പെൻഷനേഴ്സ് കൂട്ടായ്മയ്ക്ക് വേണ്ടി വെൽഫെയർ സമിതിയുടെ പേരിൽ എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഇന്നത്തെ ഈ പരിപാടിയിൽ നമുക്ക് എല്ലാ ഊർജവും നൽകി നമ്മളെ നയിച്ച എറണാകുളം ജില്ലാ പ്രസിഡന്റ് ശ്രീ KP പ്രദീപ്, നമ്മുടെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ശ്രീ NG ജോബ്, നമ്മുടെ ലീഗൽ സമിതി കൺവീനർ ശ്രീ VP രാധാകൃഷ്ണൻ, ഇവിടെ അണിനിരന്നിട്ടുള്ള മറ്റെല്ലാ സുഹൃത്തുക്കൾക്കും നേതാക്കന്മാർക്കും ഇവിടെ അണിചേർന്ന ഓരോ പെൻഷനർ സുഹൃത്തിനും ഇത് കേൾക്കാനിടയായ പെൻഷനേഴ്സിനും ഇവിടെ ഇപ്പോൾ നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ എന്താ പറയുന്നതെന്ന് സാഗൂതം വീക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ജീവനക്കാർക്കും എല്ലാവർക്കും പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ പേരിൽ സ്വന്തം പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നമസ്കാരം. 3 കഴിഞ്ഞപ്പോൾ പേരിനൊരു DADR തന്നിട്ട് പെൻഷൻ കുടിശ്ശിക തട്ടുന്നവരെ ശമ്പള കുടിശ്ശിക തട്ടുന്നവരെ പെൻഷൻകാരന്റെ ജീവനക്കാരന്റെ പോക്കറ്റടിക്കാൻ നോക്കുന്നവരെ പ്രതിഷേധം. ആ പണി ഇവിടെ നടക്കില്ല. കൊല്ലം 30 പണി ചെയ്ത് പെൻഷൻ പറ്റി പിരിയുമ്പോൾ DA കുടിശ്ശിക നൽകാതെ ഗ്രാറ്റുവിറ്റി സറണ്ടറിൽ ലക്ഷങ്ങൾ അടിച്ചുമാറ്റാൻ ഒത്താശ ചെയ്യും ഒറ്റുകാരെ നിങ്ങളുടെ വഞ്ചന തിരിച്ചറിയുന്നു. പെൻഷൻകാരും ജീവനക്കാരും നിങ്ങളറിഞ്ഞോ? ജീവനക്കാരെ കക്ഷിക്കാർ അട്ടിമറിച്ച് ശമ്പളക്കരാറും അട്ടിമറിച്ച് DADR ഇല്ലാതാക്കാൻ കുടിശ്ശികയും തരാതിരിക്കാൻ സർക്കാരിന്റെ ഉത്തരവ്. തൊഴിലാളികളെ വഞ്ചിച്ചു, പെൻഷൻകാരെ വഞ്ചിച്ചു. DA കുടിശ്ശിക ഇല്ലേ ഇല്ല. DR കുടിശ്ശിക കിട്ടാക്കനി. തൊഴിലാളികളെ വഞ്ചിക്കാൻ ധനവകുപ്പിന് ചൂട്ടുപിടിക്കും. NCCO മുർദാബാദ്. തിരിച്ചറിയൂ പെൻഷൻകാരെ, തിരിച്ചറിയൂ ജീവൻകാരെ. പ്രതികരിക്കൂ. അവകാശങ്ങൾ സംരക്ഷിക്കാൻ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കാൻ പ്രതിഷേധ കൂട്ടായ്മയിൽ അണിചേരൂ. പെൻഷൻ കൂട്ടായ്മയിൽ അണിചേരൂ.
പെൻഷൻ കൂട്ടായ്മയിൽ അണിചേരൂ. പെൻഷൻ കൂട്ടായ്മ സിന്ദാബാദ്. പെൻഷൻ കൂട്ടായ്മ സിന്ദാബാദ്. പെൻഷൻ കൂട്ടായ്മ സിന്ദാബാദ്.